ഹായ് ദേർ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഒരു പുതിയ മോഡൽ ഓക്സിലറിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ഷിയാബ്സ് വ്ലോഗ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഷുഡ് എന്ന മോഡൽ ഓക്സിലറിയാണ്. So we have to understand it is also one of the basic model auxiliaries. Model auxiliaries നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു model auxiliary ആണ് should എന്നുള്ളത്. So first you have to understand the model auxiliary should is used in advice. ഉപദേശങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? should ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗുണം എന്നുള്ളത് മോഡൽ ഓക്സിലറി ഷുഡ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിംഗുലർ പ്ലൂറൽ എന്നുള്ള ഒരു ചിന്തയുടെ ആവശ്യമില്ല. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും നമുക്ക് സെയിം മോഡൽ ഓക്സിലറി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഷുഡ് ഉപയോഗിക്കുന്നത് ഉപദേശങ്ങളെ പറയാൻ എന്ത് ചെയ്യുന്നു? ഷുഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യു ഷുഡ് ഒബേ ദ ട്രാഫിക് റൂൾസ്. നീ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, ഒബേ ചെയ്യണം. if you want to get good mark in the exam, you should study well. നീ എക്സാമിൽ നല്ല മാർക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ you should study well. നീ നന്നായിട്ട് പഠിക്കണം. you should study well. You should look after your parents. നീ നിന്റെ പാരൻസിനെ നോക്കണം, പരിചരിക്കണം. അപ്പോൾ നമ്മൾ ഉപദേശങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും should ആണ് ഉപയോഗിക്കുക. should. ഇപ്പോൾ you should come early to the class. നീ ക്ലാസ്സിലേക്ക് നേരത്തെ വരണം. ആൻഡ് യു ഷുഡ് ഗെറ്റ് അപ്പ് ഏർലിയർ ദാൻ ദിസ്. നീ ഇതിനേക്കാളും നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഷുഡ് ഉപയോഗിക്കാം എന്നുള്ളത്. അത് അധികവും ഉപദേശത്തിലായിരിക്കും, ഒരു അഡ്വൈസിലായിരിക്കും അത് അധികവും വരിക എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ ഷുഡ് എന്ന ഓക്സിലറി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കണം ഷുഡ് ഡ്യൂട്ടി ഒക്കെ പറയാൻ എന്ത് ചെയ്യാം? നമുക്ക് ഷുഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഷുഡ് നമ്മൾ പറഞ്ഞു ചെയ്യണം എന്നാണ് ആശയം. അപ്പോൾ യു ഷുഡ് കം അറ്റ് 10 AM. നീ 10 മണിക്ക് വരണം. യു ഷുഡ് കം. യു ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. നീ ഇന്ന് തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ചെയ്യണം എന്നാണ് ഷുഡിന്റെ മീനിങ് വരുന്നത് അവിടേക്ക്. ഓക്കെ, ആൻഡ് യു ഷുഡ് വെയിറ്റ് ഫോർ ദം. നീ അവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷുഡ് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യണം എന്നുള്ളത് ചെയ്യണോ എന്നാവും വരാം. അപ്പോൾ ഷുഡ് ഐ കം ടുമോറോ, ഞാൻ നാളെ വരണോ? ഷുഡ് വി വെയിറ്റ് ഫോർ ദം, നമ്മൾ അവരെ വെയിറ്റ് ചെയ്യണോ? ഷുഡ് വി വെയിറ്റ് ഫോർ ദം. ആൻഡ് ഷുഡ് വി ഇൻവൈറ്റ് ദം, നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യണോ? നമ്മൾ അവരെ ക്ഷണിക്കണോ? യെസ്, വി ഷുഡ് ഇൻവൈറ്റ് ദം. അതെ, നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ചെയ്യണോ എന്ന് ചോദിക്കാനും ചെയ്യണം എന്ന് പറയാനും നമുക്ക് എന്താണ്? ഷുഡ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിലും നമുക്ക് നെഗറ്റീവ് സാധ്യമാണ്. അപ്പോൾ ഷുഡിന്റെ നെഗറ്റീവ് ഷുഡന്റ് എന്നാവും വരാം. അപ്പോൾ യു ഷുഡന്റ് റിട്ടേൺ ബിഫോർ ഐ കം. ഞാൻ വരുന്നതിന് മുമ്പ് നീ റിട്ടേൺ ചെയ്യരുത്. യു ഷുഡന്റ് റിട്ടേൺ ബിഫോർ ഐ കം. ആൻഡ് യു ഷുഡന്റ് ഡു ദാറ്റ് മീൻസ് നീ അത് ചെയ്യരുത്. യു ഷുഡന്റ് ഡു ദാറ്റ്. Okay, and he shouldn't return early. or നേരത്തെ റിട്ടേൺ ചെയ്യരുത്, മടങ്ങരുത്. അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? ഷുഡന്റ് ഉപയോഗിക്കാം. അപ്പോൾ യു ഷുഡന്റ് ടേക്ക് എനിത്തിങ് ഫ്രം ദാറ്റ് ബോക്സ്. നീ ആ ബോക്സിൽ നിന്ന് ഒന്നും എടുക്കരുത്. യു ഷുഡന്റ് ടേക്ക് എനിത്തിങ് ഫ്രം ദാറ്റ് ബോക്സ്. അപ്പോൾ ഷുഡന്റ് എന്ന് പറയുമ്പോൾ ചെയ്യരുത് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി ഷുഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് WH എന്ത് ചെയ്യുന്നു? ഷുഡ് ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ദ WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, WH ഓക്സിലറി സബ്ജക്ട്. അപ്പോൾ വെൻ ഷുഡ് ഐ കം, ഞാൻ എപ്പോൾ വരണം. ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം. വാട്ട് ഷുഡ് ഐ ഡു. ദെൻ ഹൗ മെനി അവേഴ്സ് ഷുഡ് ദേ വർക്ക്, അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം. ആൻഡ് വെർ ഷുഡ് വി, അല്ലെങ്കിൽ ഹൂം ഷുഡ് വി കോണ്ടാക്ട്, നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യണം. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. WH ഓക്സിലറി സബ്ജക്റ്റ് ആണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് രൂപം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷുഡ് എന്ന മോഡൽ ഓക്സിലറി നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഒന്ന്,
ഷുഡ് അഡ്വൈസിൽ വരുന്നു എന്നാണ്. ഉപദേശങ്ങൾ പറയുമ്പോൾ ഷുഡ് ഉപയോഗിക്കണം എന്നാണ്. ഇപ്പോൾ യു ഷുഡ് ഹെൽപ്പ് ഹിം, നീ അവനെ ഹെൽപ്പ് ചെയ്യണം. യു ഷുഡ് സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കണം. അപ്പോൾ ഒരു അഡ്വൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഷുഡാണ് ഉപയോഗിക്കുക. പിന്നെ ഷുഡ് വരുന്നത് ഒരു പ്രവർത്തനം ചെയ്യണം, ഡ്യൂട്ടി ഒക്കെ ചെയ്യണം എന്നതുപോലെ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഷുഡ് ഉപയോഗിക്കണം എന്നാണ്. യു ഷുഡ് ഫിനിഷ് ദ വർക്ക് ബിഫോർ 5 PM, നീ 5 മണിക്ക് മുമ്പ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഷുഡ് മീൻസ് ചെയ്യണം എന്നാണ് ആശയം. അപ്പോൾ ഈ ഒരു വീഡിയോ 1-2 തവണയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള. ഓക്കെ.